ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് കാംബ്രിക് കോട്ടണിൽ തന്നെ കാന്ത വർക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. അപ്പം ഞാൻ ഈ 109 എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും, ഇത് ക്വാളിറ്റി കുറഞ്ഞ ഫാബ്രിക് ആണ്, അതല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള ചിന്തയുണ്ടാകും. പക്ഷെ നമുക്കിത് നമ്മൾ ഡയറക്റ്റ്ലി മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇത് പ്രൊക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് എനിക്ക് തോന്നുന്നു 140 to 160, ചിലയിടത്തൊക്കെ 180 വരെ പ്രൈസ് റേഞ്ചിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ സെയിം ഫാബ്രിക് തന്നെയാണ് നമ്മൾ വൺ ഓഫ് ദ മോസ്റ്റ് നല്ല ഒരു എന്താ പറയുക മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊക്യൂർ ചെയ്യുന്നതാണ്. എല്ലാം തന്നെ പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. അപ്പോൾ ഇതൊരു കാംബ്രിക് കോട്ടൺ ആകുമ്പോൾ 60s by 60s ആയിട്ടുള്ളൊരു കോട്ടൺ ആകുമ്പോൾ ഒരു സ്മൂത്ത് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത്. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാകും, ഇത് ഫാബ്രിക് തൊട്ട് നോക്കുമ്പോൾ ഇത് എന്താ പറയുക പോളിസ്റ്റർ മിക്സ് ആണോ എന്ന്. പോളിസ്റ്റർ മിക്സ് അല്ല, കാംബ്രിക് കോട്ടൺ ആകുമ്പോൾ കുറച്ചൊരു സ്മൂത്ത് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഒട്ടും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഫാബ്രിക് അല്ല. എനിക്കിത് നിങ്ങൾക്ക് ഈ വിലയിൽ തരാൻ കഴിയുന്നതിനും അതുപോലെ നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട് പ്രൈസ് വളരെ കുറവാണെന്നുള്ളത്. കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഇതുവരെയും ചെയ്യാത്ത ഒരു കളറിലാണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടോപ്പും ബോട്ടവുമായിട്ടും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം, ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാംബ്രിക് കോട്ടനും വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്ന് കണ്ടു നോക്കാം. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, കോട്ടൺ ആണ് ഫാബ്രിക്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പോൾ ഇത് 10 to 15% കളർ വേരിയേഷൻ മനസ്സിൽ വെച്ചിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട്. അത്രയും വരുമെന്നല്ല, ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്നവർ പർച്ചേസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എന്താ പറയുന്നത്, എല്ലാം നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ് കാണിക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പീക്കോ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കാണാം കേട്ടോ. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ കാണാറ്. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. ഒരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടാണ്. ഇനി നമുക്കിതിൻ്റെ ക്ലോസ് വ്യൂ കാണാം. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വൺ സൈഡിൽ പോയിട്ടുള്ള ആ ഒരു ബോർഡറും കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. കാന്ത പോയിരിക്കുന്നത് വൈറ്റ് കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പേസ്ലി പ്രിൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ്, കുറച്ച് വലിയ പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റ് പോകുന്നതുകൊണ്ട് കുറച്ചൊരു കളറിനൊരു ആദ്യം കണ്ടതിൽ നിന്നും കുറച്ചൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റ് തന്നെയാണ് എല്ലാവരുടെയും. നമുക്കത് ക്ലോസ് ചെയ്തൊന്ന് കാണാം. പീക്കോ ഗ്രീനിൽ തന്നെ ഒരു റെഡ് കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. നിറച്ച് സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ തന്നെ ഒരു പ്രിൻ്റാണ്. കാന്തയാണ് ഇതിനകത്ത് പോയിട്ടുള്ള വർക്ക് പോയിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ത്രെഡാണ്, ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡാണ്. ഫ്ലവേഴ്സ് പോയിരിക്കുന്നത് റെഡ് കളറിലാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്, ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഡിസൈനാണ്. നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ആ ഒരു തരത്തിലുള്ള ഒരു അജ്രക് പാറ്റേണിലുള്ളൊരു പ്രിൻ്റാണ് പോയിരിക്കുന്നത്. വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതെല്ലാ കളേഴ്സിലും തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ഈ കളറിലും നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 109 ആണ് പെർ മീറ്റർ. 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ്. സെയിം കളർ തന്നെയാണ്. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിൻറ്റിൻ്റെ കളറ് ഒരു പീച്ച് കളറാണ്. ഡാർക്ക് പീച്ച് കളറിലുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഞാൻ ഇതിന് നല്ല ഭാഗം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും തന്നെ ഇതിന് ഇന്നും ഔട്ടുമായിട്ടുള്ള 2 പാർട്ടുണ്ടെന്ന്. ചിലപ്പോൾ അത് ഫോൾഡിങ് നമ്മൾ നിവർത്തുമ്പോൾ ആ അകംവശമാണ് തുറന്നു വരുന്നത്. അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് തോന്നിയത്. ഇങ്ങനെയായിരിക്കും കേട്ടോ അതിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്കിതിൽ ക്ലോസ് വ്യൂവിൽ കാണാം. അതുപോലെ ബോർഡറും കൂടി ഒന്ന് നോക്കാം. ബോർഡർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറിൽ തന്നെയാണ്. എന്ത് ലാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബോട്ടത്തിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഏതെടുത്താലും നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബോട്ടത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും ഇത് വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകും.
റെഡ് കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് കണ്ടതെല്ലാം ക്യാമ്പ്രിക് കോട്ടണിൽ അഥവാ 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിൽ 44 ഇഞ്ച് വിഡ്ത്തിൽ 109 വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനോ ടോപ്പ് ആൻഡ് ബോട്ടം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആയിരുന്നു. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.